എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ഈ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനോടേറ്റ് ദയനീയവും അപമാനകരവുമായ തോൽവിക്ക് ശേഷം KKR നായകൻ അജിങ്ക്യ രഹാനെ നടത്തിയ പ്രതികരണം മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. തോൽവിയുടെ സങ്കടം പങ്കുവയ്ക്കുക മാത്രമല്ല, സ്വന്തം ടീമിലെ ബൌളർമാരുടെയും ബാറ്റർമാരുടെയും അക്ഷന്തവ്യമായ പിഴവുകൾക്കെതിരെ സമാനതകളില്ലാത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. രഹാനെയുടെ കോപവും വേദനയും നിറഞ്ഞ ആ വാക്കുകളുടെ ആഴങ്ങളിലേക്കും KKRന്റെ ഭാവിയിലേക്കുള്ള ആ വലിയ മുന്നറിയിപ്പിലേക്കും നമുക്കൊന്ന് സഞ്ചരിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന വാംഖഡയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനു പോലും അന്നത്തെ ആ രാത്രിയിൽ കൊൽക്കത്ത ക്യാമ്പിനെ ഗ്രസിച്ച ശൂന്യത മറയ്ക്കാൻ കഴിഞ്ഞില്ല. മത്സരശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിനായി നൂറുകണക്കിന് ക്യാമറകൾക്കും മാധ്യമപ്രവർത്തകരുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്കും മുന്നിലേക്ക് നടന്നെത്തുമ്പോൾ രഹാനെയുടെ മുഖത്ത് പ്രകടമായിരുന്നത് ഒരു വലിയ ദുരന്തത്തെ നേരിട്ടതിന്റെ ആഘാതമായിരുന്നു. ആ മുഖത്തെ നിരാശയും ശരീരത്തിലെ അതികഠിനമായ ക്ഷീണവും കണ്ണുകളിലെ ശൂന്യതയും അവിടെയുണ്ടായിരുന്ന ഓരോരുത്തർക്കും വ്യക്തമായി വായിച്ചെടുക്കാനാവുമായിരുന്നു. അപമാനകരമായ ആ തോൽവിയുടെ അദൃശ്യവും അസഹനീയവുമായ ഭാരം അദ്ദേഹത്തിന്റെ തളർന്ന ചുമലുകളിലുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ മൈക്ക് പിടിച്ച അദ്ദേഹം ആദ്യം ചെയ്തത് ദീർഘമായി ഒന്നുകൂടി ശ്വാസമെടുക്കുക എന്നതായിരുന്നു. ഉള്ളിലുരുകുന്ന കോപവും കയ്പും അടക്കി നിർത്താനുള്ള വിഫലശ്രമം പോലെ. തുടർന്ന് ഇടർന്നതെങ്കിലും കർശനമായ ശബ്ദത്തിൽ അദ്ദേഹം മൗനം വെടിഞ്ഞു. ആ വാക്കുകൾ ഓരോ KKR ആരാധകന്റെയും ഹൃദയം പിളർക്കുന്നതും അവരെ ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതുമായിരുന്നു. ഏറെ വേദനയോടെ അദ്ദേഹം തുടർന്നു പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ ചരിത്രപരമായ മത്സരത്തിൽ ഞങ്ങൾ നേരിട്ട നാണം കെട്ട തോൽവിയും ചീട്ടുകൊട്ടാടം പോലെ തകർന്നടിഞ്ഞ ഞങ്ങളുടെ തന്ത്രങ്ങളും എനിക്കോ കോച്ചിംഗ് സ്റ്റാഫിനോ ടീമിനോ ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറമാണ്. ഇതൊരിക്കലും പോയിന്റ് പട്ടികയിൽ സംഭവിച്ച വെറും 2 പോയിന്റിന്റെ നഷ്ടമല്ല, മറിച്ച് അടുത്ത പല മത്സരങ്ങളിലും ഞങ്ങളെ വേട്ടയാടാൻ പോകുന്ന ഞങ്ങളുടെ അഭിമാനത്തിനും ആത്മവിശ്വാസത്തിനുമേറ്റ കനത്ത പ്രഹരമാണ്. മുംബൈയെ പോലൊരു വമ്പൻ ടീമിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ വീഴ്ത്തി ടൂർണമെന്റിൽ ആധിപത്യം സ്ഥാപിക്കാൻ ലഭിച്ച സുവർണ അവസരമാണ് അച്ചടക്കമില്ലായ്മയും സാങ്കേതിക പിഴവുകളും കാരണം കൈവിട്ടു കളഞ്ഞതെന്ന് ലോകത്തിനു മുന്നിൽ സമ്മതിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. തുടർന്ന് തോൽവിയുടെ കാരണങ്ങളിലേക്ക് കടന്ന നായകൻ ഏറ്റവും നിശിതമായ വിമർശനമുന്നയിച്ചത് ബൌളിംഗ് നിരക്ക് നേരെയാണ്. വാംഖഡയിലെ ചെറിയ ബൗണ്ടറികളും വേഗമേറിയ ഔട്ട്ഫീൽഡും റൺസ് പ്രതിരോധിക്കുന്നത് ദുഷ്കരമാക്കുമെന്നറിയാമായിരുന്നിട്ടും ബൌളർമാർ അച്ചടക്കത്തിന്റെ സകല സീമകളും ലംഘിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ പ്രകടനത്തിലുള്ള കടുത്ത നിരാശ രഹാനെ മറച്ചുവെച്ചില്ല. മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കുകയും വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്യേണ്ട ഒരു സീനിയർ സ്പിന്നർ യാതൊരു ദിശാബോധവുമില്ലാതെ അരക്ഷിതമായി പന്തെറിഞ്ഞാൽ ഒരു നായകന് മുന്നിൽ വേറെ എന്ത് തന്ത്രപരമായ വഴിയാണുള്ളത്? ഷോർട്ട് ബോളുകളും മോശം ലെങ്തുകളും നിരന്തരമെറിഞ്ഞ് മുംബൈയുടെ ആക്രമണകാരികളായ ബാറ്റർമാരുടെ ജോലി ഞങ്ങൾ എളുപ്പമാക്കി എന്ന് രഹാനെ ആഞ്ഞടിച്ചു. ബാറ്റിംഗ് നിരയുടെ ദുരൂഹ്യമായ മെല്ലപ്പോക്കും പരാജയത്തിന്റെ ആക്കം കൂട്ടി. പവർ പ്ലേയിൽ ലഭിച്ച സ്ഫോടകാത്മകമായ തുടക്കം മുതലാക്കി ഒരു വമ്പൻ സ്കോറിലേക്ക് കുതിക്കുന്നതിനു പകരം ആദ്യ 6 ഓവറുകൾക്ക് ശേഷം മധ്യനിര ബാറ്റർമാർ അക്ഷരാർത്ഥത്തിൽ കീഴടങ്ങി. T20 പോലൊരു വേഗമേറിയ ഫോർമാറ്റിൽ മധ്യ ഓവറുകളിൽ നിരന്തരം ഡോട്ട് ബോളുകൾ കളിക്കുകയും ബൗണ്ടറികൾ കണ്ടെത്താൻ പാടുപെടുകയും ചെയ്താൽ വിജയം അസാധ്യമാണ്. രോഹിത്തിന്റെയും ഹർദിക്കിന്റെയും ടീമിനെതിരെ കാണിക്കേണ്ട ആക്രമണോത്സുകത KKR ബാറ്റർമാരിൽ തീർത്തുമില്ലായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫീൽഡിംഗിലെ പിഴവുകളെക്കുറിച്ചും അദ്ദേഹം രോഷം കൊണ്ടു. ക്യാച്ചുകൾ മത്സരങ്ങൾ വിജയിപ്പിക്കും എന്ന ചൊല്ല് ക്രിക്കറ്റിൽ വളരെ പ്രശസ്തമാണ്. എന്നാൽ ഇന്ന് വാംഖഡയിൽ ഞങ്ങൾ കാണിച്ച അലസതയും അശ്രദ്ധയും ഒരു തലത്തിലുള്ള ക്രിക്കറ്റിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിർണായക ക്യാച്ചുകൾ കൈവിട്ടതും മോശം ഫീൽഡിംഗ് ദാനം റൺസ് ദാനം ചെയ്തതും ഞങ്ങളെ വിജയത്തിൽ നിന്നും കാതങ്ങളകറ്റി. കളിയുടെ 3 മേഖലകളിലും മുംബൈ ഞങ്ങളെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയെന്നത് ഒരു കൈപ്പേറിയ സത്യമാണ്. പ്രസ് കോൺഫറൻസിന്റെ അവസാന നിമിഷങ്ങളിൽ ക്യാമറകൾ ഓഫ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും രഹാനെയുടെ ശബ്ദം കൂടുതൽ ഗൗരവമുള്ളതായി. മൈക്ക് തന്റെ അടുത്തേക്ക് നീക്കിവെച്ചുകൊണ്ട് ടീമിനുള്ള അവസാനത്തെയും കർശനമായ മുന്നറിയിപ്പ് രഹാനെ നൽകി. ഇനി നമ്മൾ കണ്ണാടിയിൽ നോക്കി യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട സമയമായി. ഡ്രസ്സിംഗ് റൂമിൽ സീനിയർ ആകട്ടെ ജൂനിയർ ആകട്ടെ, ഈ അടിസ്ഥാനപരമായ സാങ്കേതിക പിഴവുകളും മാനസികമായ ദൗർബല്യങ്ങളും നമ്മൾ ഇപ്പോൾ തന്നെ തിരുത്തുന്നില്ലെങ്കിൽ ഈ IPL 2026 നിന്നും പെട്ടിയുമെടുത്ത് ആദ്യം പുറത്താകാൻ പോകുന്ന ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കുമെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. വെറുതെ ഗ്രൗണ്ടിൽ വരാനോ ജേഴ്സി ഇട്ട് നടക്കാനോ അല്ല നമ്മളിവിടെയുള്ളത്. ഇന്ന് കാണിച്ചതുപോലെയുള്ള ലക്ഷ്യമില്ലാത്ത അലസമായ ക്രിക്കറ്റുമായി മുന്നോട്ടു പോയാൽ ചാമ്പ്യന്മാരാകുന്ന കാര്യം പോയി പ്ലേ ഓഫ് പോലും ഒരു സ്വപ്നം മാത്രമാകും. അടുത്ത മത്സരത്തിൽ കളത്തിലിറങ്ങുമ്പോൾ പുതിയൊരു പ്രൊഫഷണൽ സമീപനവും വിജയദാഹവും ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇതെന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. ഒരു ടീം എന്ന നിലയിൽ നമ്മൾ മാറിയില്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ നമുക്ക് സ്ഥാനമില്ല എന്ന രഹാനെയുടെ ഈ വാക്കുകൾ വാംഖഡയുടെ പ്രസ് റൂമിൽ ഒരു വലിയ നിശബ്ദത സൃഷ്ടിച്ചു. KKRനുള്ളിൽ വലിയൊരു അഴിച്ചുപണി അനിവാര്യമാണെന്നത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. KKR ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് അജിങ്ക്യ രഹാനെയുടെ ഈ തുറന്നുപറച്ചിൽ വ്യക്തമാക്കുന്നത്. സ്വന്തം ബാറ്റർമാരെയും വരുൺ ചക്രവർത്തിയെയും അദ്ദേഹം പരസ്യമായി വിമർശിച്ചിരിക്കുകയാണ്.
എന്നായാലും ഈ ടൂർണമെന്റിൽ നിന്നും KKR ആദ്യം പുറത്താകുമെന്ന രഹാനെയുടെ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വരുൺ ചക്രവർത്തിയുടെ മോശം ബൗളിംഗ് തന്നെയാണോ ഈ തോൽവിക്ക് പ്രധാന കാരണം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.